ഡൈസ് പലതവണ കൊച്ചിയിൽ വന്ന് നമുക്കിട്ട് പണിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു സമയത്ത് നമ്മൾ ഏറെക്കുറെ സ്നേഹിക്കുകയും എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ദേഷ്യമുള്ളതുമായിട്ടുള്ള ഒരു ISL പ്ലെയർ ആണ് പെരേര ഡൈസ് എന്നുള്ളത്. ഞാനെപ്പോഴും പക്ഷെ ഡൈസിനെ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്തിനാ മുതലിനെ വിട്ടു എന്നുള്ള ഒരു രീതിയിലാണ്. അന്ന് ആ ഒരു ഫൈനലിൽ കളിച്ച ആ ഒരു ടീമിനെ തന്നെ നമ്മൾ പൊട്ടിച്ചു കളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഡൈസിനെയും അൽവാരോനെയും ഒക്കെ നിലനിർത്തണമായിരുന്നു. എസ്പെഷ്യലി ഡയസിനെ നിലനിർത്തണമായിരുന്നു. ഡയസ് നമ്മൾ കണ്ടില്ല, ഏത് ടീമിൽ പോയാലും മികച്ച പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് എല്ലാ സീസണുകളിലും. അപ്പോൾ ഇന്നലെ തന്നെ നല്ല പെർഫോമൻസ് ആണ് ഡയസ് കാഴ്ചവെച്ചത്. പക്ഷെ ഡയസിന് ഇന്നലെ ഒരു പെനാൽറ്റി പഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് മഞ്ഞപ്പട ശരിക്കും ആഘോഷിച്ചു എന്നുള്ളതാണ്. അതാണ് കാരണം ഡയസിനെ നമുക്ക് ഇതുവരെ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. കാരണം ഡയസ് ഇവിടെ വന്ന് ആള് കളിച്ചിട്ട് പോയതല്ലാതെ നമുക്കൊന്ന് ചൊറിയാൻ ഇതുവരെ കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ കിട്ടി. ഇന്നലെ ഡയസിന്റെ കാലേ ബോൾ വരുമ്പോഴും ഡയസ് അനങ്ങുമ്പോഴും ഒക്കെ ഇവിടെ സീനായിരുന്നു. അപ്പോ ഡയസിനെ മാക്സിമം ഇന്നലെ നമ്മൾ ഹരാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയസിന് അവസാനം ആദ്യം തന്നെ ഒരു പെനാൽറ്റി കിട്ടുന്നു. ആ പെനാൽറ്റി ഒന്നാമത്തെ കേസ് ഗോൾ കീപ്പർ ഹാഷിന്റെ അടുത്ത് നിന്ന് കുറച്ച് മൈൻഡ് ഗെയിംസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഗ്യാലറിയിൽ നിന്ന് ഡയസിനെ കുറെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു, കുറെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഡയസ് ആകെ എന്താ പറയാ മൈൻഡ് വിട്ടിരുന്നു. അതിന്റെ നമുക്കത് കാണാനും പറ്റി. അതിൽ ഡയസിന്റെ പെനാൽറ്റി സേവ് ആകുന്നു. പിന്നീട് അങ്ങോട്ട് ഡയസിനെ കൊല്ലുമായിരുന്നു. അപ്പൊ അത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡയസിനെ ഒന്ന് കൈ കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്.